കണ്ണൂർ പാനൂർ തൂവക്കുന്നിൽ നായയെ കണ്ട് ഭയന്ന് ഓടുന്നതിനിടെ പൊട്ടക്കിണറ്റിൽ വീണ് മരിച്ച 4ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. തൂവക്കുന്ന് ചേലക്കാട് ജുമാ മസ്ജിദിന് സമീപത്തെ മുഹമ്മദ് ഫസലാണ് കളി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ അപകടത്തിൽപ്പെട്ടത്. അപകടത്തെക്കുറിച്ച് വാർഡ് അംഗങ്ങളുടെ പ്രതികരണത്തിലേക്ക് ആദ്യം. ഇന്നലെ വൈകുന്നേരം 5:30 മണിയോട് കൂടിയിട്ടാണ് ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു വയലുണ്ട്. ആ വയലിൽ നിന്ന് കുട്ടി കളിച്ച് 3-4 കുട്ടി ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് ഈ തെരുവ് നായ്ക്കൾ കണ്ട് ചെതറി ഓടിയത്. ഈ 4 പേരും 4 വഴിക്കേക്ക് ചെതറി ഓടുകയാണ് ചെയ്തത്. ആ സമയത്ത് അബദ്ധത്തിൽ ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു. ഈ കിണറിലേക്ക് കുട്ടി വീഴാനുണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു 6-6:30 മണി വരെ ആരും ഈ വിവരം അറിഞ്ഞിരുന്നില്ല. മറ്റു കൂട്ടുകാർ വിചാരിച്ചത് സ്വാഭാവികമായിട്ടും മുഹമ്മദ് ഫസൽ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. കിണറ് സ്വാഭാവികമായിട്ടും അധികം ആരും ശ്രദ്ധിക്കുന്ന ഒരു ഇതല്ല, ഒരു മൂടിപ്പിടിച്ച സ്ഥിതിയിലുള്ള ഒരു കിണറായിരുന്നു ഇത്. പക്ഷെ ഒരാൾമറിയോ മറ്റോ ഇല്ലാത്തതാണ് ഒരു ദാരുണമായ സംഭവത്തിലേക്ക് വഴി വെച്ചത്. പ്രദേശങ്ങളിൽ നല്ല രീതിയിൽ കൂട്ടമായിട്ടാണ് പോവുക. ഒരു 5-10-12 നായ്ക്കൾ ഒന്നിച്ച് കൂട്ടമായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ സാധാരണ വലിയാൾക്ക് പോലും വഴി നടക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഇന്നലെ വൈകുന്നേരം നിഖിൽ അളവൂരുണ്ട് വിശദാംശങ്ങളുമായി. നിഖിൽ, ഇവരുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് സ്ഥിരമായ തെരുവുനായ ശല്യമുള്ള ഒരു പ്രദേശമാണ് എന്നുള്ളതാണ്. എന്തായാലും അതിദാരുണമായ സംഭവമാണ് നടന്നിരിക്കുന്നത്. തീർച്ചയായും ആതിര, അത്തരത്തിൽ തന്നെയാണ്. ഞാൻ ഈ സംഭവം നടന്ന ആ പ്രദേശത്ത്, ഈ തൂവക്കുന്ന് എന്ന് പറയുന്ന ആ അപകടം നടന്ന സ്ഥലത്താണുള്ളത്. നമുക്കിവിടെ ഒരു പുതിയ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീട് കാണാം. ഒരു പഴയ വീടാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ആ വീടിനോട് ചേർന്നുള്ള കിണറാണ്. ഈ കിണറിലേക്കാണ് കുട്ടി വീണത്. നേരത്തെ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഈ സ്ഥലത്ത് നിന്ന് ഒരു 400 മീറ്ററോളം മാറിയാണ് ഈ കുട്ടി കളിച്ചുകൊണ്ടിരുന്ന വയലുണ്ടായിരുന്നത്. അവിടെ നിന്ന് കളി കഴിഞ്ഞതിന് ശേഷം 4 കൂട്ടുകാർക്കൊപ്പമാണ് മുഹമ്മദ് ഫസൽ വീട്ടിലേക്ക് മടങ്ങി വന്നിരുന്നത്. ആ സമയത്താണ് കൂട്ടമായി തെരുവ് നായകൾ വരുന്നത് കണ്ടത്. അങ്ങനെ കുട്ടികൾ 4 ഭാഗത്തേക്കും ഓടുകയായിരുന്നു. ഈ ഓടുന്ന സമയത്താണ് മുഹമ്മദ് ഫസൽ ഈ കിണറിലേക്ക് വന്ന് വീഴുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ റോഡ് വഴി നടന്നാണ് സ്ഥിരമായി മുഹമ്മദ് ഫസൽ വീട്ടിലേക്ക് പോയിരുന്നത് ഈ കളി കഴിഞ്ഞ്. അപ്പോൾ ഈ നായകൾ വരുന്ന സമയത്ത് ഈ നിർമ്മാണം നടക്കുന്ന ഈ വീട്ടിലേക്ക് ഓടിക്കയറാനോ മറ്റോ ശ്രമിച്ചിട്ടുണ്ടാകാമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഓടിക്കയറുന്നതിനിടയിൽ ഈ കിണർ ഭയപ്പെട്ട് ഓടുന്നതിനിടയിൽ ഈ കിണർ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. അങ്ങനെ കിണറിലേക്ക് വീഴുകയായിരുന്നു. വൈകിട്ട് 6:30 വരെ ഈ കുട്ടിയെ ഇതിങ്ങനെ കാണാതായി അല്ലെങ്കിൽ കിണറിൽ വീണു എന്ന കാര്യം ആർക്കും മനസ്സിലായിരുന്നില്ല. കാരണം മറ്റു കുട്ടികൾ വീട്ടിലേക്ക് എത്തി. അവരും വിചാരിച്ചിരുന്നത് ഫസൽ വീട്ടിലെത്തിയിട്ടുണ്ടാകുമെന്നാണ്. പക്ഷേ 6:30 കഴിഞ്ഞും വീട്ടിലെത്താതായതോടുകൂടി നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഈ കിണറിൽ രാത്രി 8 മണിയോടുകൂടി ഫസലിനെ കണ്ടെത്തുന്നത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഏതായാലും തലശ്ശേരി ജനറൽ ആശുപത്രിയിലാണ് ഇപ്പോൾ ഫസലിൻ്റെ മൃതദേഹം ഉള്ളത്. ഫസലിൻ്റെ പിതാവ് ഉസ്മാൻ വിദേശത്തായിരുന്നു. അദ്ദേഹം ഇന്ന് ഉച്ചയോടുകൂടി ഇവിടെ എത്തുമെന്നാണ് അറിയുന്നത്. അതിനുശേഷം സംസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലേക്ക് കടക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ തെരുവുനായ ശല്യം ഈ പ്രദേശത്ത് രൂക്ഷമാണ് എന്ന് തന്നെയാണ് ഈ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ പറയുന്നത്. കാരണം ഈ കൂട്ടത്തോടെ തെരുവുനായകൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. മുതിർന്നവർക്ക് പോലും അങ്ങനെ സ്വസ്ഥമായി വഴി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും ഈ കുട്ടികൾ, ഒരു 9 വയസ്സുകാരനായ ആ കുട്ടിയൊക്കെ ഇങ്ങനെ തെരുവുനായകൾ കൂട്ടത്തോടെ വരുന്നത് കാണുമ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. അത് അങ്ങനെ ഭയന്ന് തന്നെയാണ് ആ കുട്ടി ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്ക് ചില പ്രദേശവാസികളോട് കൂടി ചോദിച്ചാൽ മെമ്പർ തന്നെയാണ് നമുക്കിപ്പം ചേരുന്നത്. ഈ എങ്ങനെയായിരുന്നു ഈ അപകടം എന്നുള്ള കാര്യം? അപകടം ഇന്നലെ വൈകുന്നേരം 5:30 മണിയോട് കൂടിയിട്ടാണ് അപകടം എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വൈകുന്നേരം 4 മണിക്ക് സ്കൂൾ വിട്ട് കുട്ടി നേരെ വീട്ടിലേക്ക് വന്ന് ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു 300 മീറ്റർ അപ്പുറം ഒരു വയലുണ്ട്. ആ വയലിലേക്ക് ഈ കുട്ടി പോയതാണ്, കളിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. തിരിച്ച് 5:30 മണിയോട് കൂടിയിട്ട് ഈ കുട്ടിയും കൂട്ടുകാരും, വേറെ 3 കുട്ടികളുണ്ടായിരുന്നു, തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയാണിത്. തെരുവ് നായ്ക്കളെ കാണുകയും ഭയന്നുകൊണ്ട് കുട്ടികൾ ചെതറി ഓടുകയാണ് ചെയ്തത്. ചെതറി ഓടുന്ന കൂട്ടത്തിൽ മുഹമ്മദ് ഫസലും ഓടിയിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും മുഹമ്മദ് ഫസൽ വീട്ടിലേക്ക് പോയിട്ടുണ്ടാകും എന്നുള്ളതാണ് മറ്റുള്ള കുട്ടികൾ മനസ്സിലാക്കിയത്. 6:30 മണിയായിട്ടും കുട്ടി വീട്ടിലെത്താത്തതിനെ തുടർന്നാണ് വീട്ടിലുള്ള ആളുകൾ മറ്റുള്ള കൂട്ടുകാരോട് കാര്യങ്ങൾ അന്വേഷിച്ചത്. അന്വേഷിച്ച് നോക്കുമ്പോൾ കുട്ടികൾ പറഞ്ഞു ഇങ്ങനെ തെരുവുനായ്ക്കളെ കണ്ട് ചെതറി ഓടിയിരുന്നു, അതാണ് സംഭവം എന്ന് പറഞ്ഞു. പിന്നെ സമീപത്തെ വീടുകളിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ സെർച്ച് നടത്തി നോക്കി, എവിടെയും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ കിണറുകളിൽ
എവിടെയെങ്കിലും അകപ്പെട്ടു പോയിട്ടുണ്ടോ എന്നുള്ള സംശയത്തിൻ്റെ പേരിലാണ് പരിസരത്തെ കിണറുകളിലും ഈ കിണറുകളിലും നോക്കിയത്. ആദ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല, പിന്നീട് കിണറിലേക്ക് ഇറങ്ങി പരിശോധന നടത്തിയപ്പോഴാണ് ഇങ്ങനെ കുട്ടിയുടെ മൃതദേഹം അതിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഈ പ്രദേശത്ത് എങ്ങനെ തെരുവുനായ ശല്യം രൂക്ഷമാണോ? തെരുവുനായ ശല്യം വളരെ രൂക്ഷമായിട്ടുള്ളൊരു പ്രദേശമാണ് ഇത്. ഇവിടെ നിന്ന് മാത്രമല്ല, ഈ പാനൂർ മേഖലയിൽ മൊത്തത്തിൽ തെരുവുനായ്ക്കളുടെ ശല്യം വളരെ രൂക്ഷമായിട്ടുള്ള ഒരു പ്രദേശമാണ്. നമുക്കറിയാവുന്നതുപോലെ നിയമപരമായിട്ട് തെരുവുനായ്ക്കളെ കൊല്ലുന്നത് ശിക്ഷാർഹമായിട്ടുള്ള വലിയ കുറ്റമാണ്. അതുകൊണ്ട് തന്നെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ ഗ്രാമപഞ്ചായത്തുകൾക്കോ അല്ലെങ്കിൽ പ്രാദേശിക സർക്കാരുകൾക്കോ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞങ്ങൾ ഈ പഞ്ചായത്തിൽ, കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്തുമായിട്ട് സഹകരിച്ചിട്ട് ABC പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട്. തെരുവുനായ്ക്കളെ വന്ധീകരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അത് പലതവണ ഞങ്ങൾ ഇവിടെ നടപ്പിലാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഫലപ്രദമായ ഒരു പ്രതിരോധ മാർഗമല്ല ഈ തെരുവുനായ്ക്കളെ പ്രതിരോധിക്കാനുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും അത് തന്നെയാണ്, ഇത്ര ദാരുണമായ ഒരു സംഭവം നടക്കുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടത് ഇക്കാര്യം തന്നെയാണ്. നിയമപരമായ പല തടസ്സങ്ങളും ഉള്ളത് കൊണ്ട് ഈ തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുന്നതിന് ഈ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണുള്ളത്. അതേസമയം ജനങ്ങൾ പറയുന്നത് വലിയ ബുദ്ധിമുട്ടായി ഇത് മാറുന്നുണ്ട്. ഈ പാനൂർ മേഖലയിൽ തെരുവുനായ ശല്യം വലിയ ബുദ്ധിമുട്ടായി മാറുന്നു എന്നൊരു പരാതിയാണ് അവർ പറയുന്നത്. ഏതായാലും അത് ഒരു കുഞ്ഞിന്റെ ജീവൻ എടുക്കുന്നത് വരെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ സമീപിക്കേണ്ടതിന്റെ ആവശ്യകത ഒന്നുകൂടി ഇത് ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. ഇന്നലെയാണ് ഇത്തരത്തിൽ ക്ലാസ് കഴിഞ്ഞ് മടങ്ങവേ നായയെ കണ്ട് പേടിച്ചോടുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഈ കുഞ്ഞ് കിണറ്റിൽ വീണ് മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. കുഞ്ഞിനെ കാണാതെ നടത്തിയ തിരച്ചിലിലാണ് ഈ കുട്ടി മരിച്ചു കെട്ടിൽ കിടക്കുകയായിരുന്നു എന്നൊക്കെയുള്ളത് കുടുംബം അറിയുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിഖിൽ അളവൂർ കണ്ണൂരിൽ നിന്ന്.